അസ്സലാമു അലൈക്കും. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തിയും ഏതാണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ A.T. ബഷീർ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ബഷീർ ഖാൻ. കോഴിക്കോട് കല്ലായിക്കടുത്തുള്ള മാത്തോട് എന്ന ഗ്രാമം, അതാണ് ജന്മദേശം. പിതാവിന് എന്തായിരുന്നു ജോലി? പിതാവ് ഞാൻ ജനിച്ചപ്പോഴേ സുഖമില്ലാത്ത ആളായിരുന്നു. നമ്മൾ മീൻ കയറ്റുന്ന കൊട്ട അതുണ്ടാക്കുന്ന ജോലിയായിരുന്നു. പിന്നെ മറ്റുള്ള പണികളുണ്ടായിരുന്നു, അതായത് ബിരിയാണി വെപ്പ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ബിരിയാണി ഉണ്ടാക്കുന്നത്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ലാസ്റ്റ് 9ാമത്തെ മകൻ. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കല്ലായി തന്നെയായിരുന്നു, മാത്തോടായിരുന്നു? നാട്ടില കൂടുതൽ ഉണ്ടായിട്ടില്ല, കുറച്ചു കാലം നാട്ടിൽ തന്നെയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം വേറെ ആയിരുന്നു. ഈ മുഖതാർ പള്ളിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് മാത്തോടത്തേക്ക് ഞാൻ മാറിയത്. ശരിക്കും 48 വർഷമായി. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്ന ഇറാനിലാണ്. ഇറാനിൽ ആദ്യം പോയി, അതും പത്തേമാരിയിൽ വന്ന് ഇറാനിൽ വന്ന് ഇറങ്ങുന്നു. കുറച്ച് നാൾ അവിടെ നിൽക്കുന്നു, വീണ്ടും തിരിച്ച് പത്തേമാരി തന്നെ നാട്ടിലേക്ക് പോയി. പത്തേമാരി എന്ന് പറഞ്ഞാൽ ഉരു എന്നറിയപ്പെടും. പണ്ട് ഉരു എന്നാ പറയാ അതിന്. ആദ്യമായിട്ട് ഇറാനിലേക്ക് പോകാനായിട്ട് തോന്നിയത് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നിയതല്ല, അതായത് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കുറച്ച് ചെറിയ കുട്ടികളാണല്ലോ, അന്ന് കുറച്ച് കുരുത്തകേടും അതും ഇതൊക്കെ ആയിട്ട് കളിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ അളിയൻ പറഞ്ഞതാണ് എൻ്റെ ഉമ്മയുടെ അടുത്ത്, ഇങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ചെയ്യാന്നുള്ളത്. അവരുടെ അഭിപ്രായത്തിലാണ് ഞാൻ ഈ നാട്ടിലേക്ക് കയറിയത്. ഇറാനിലാണ് ആദ്യം വരുന്നത്? ആദ്യം പോയത് ഇറാനിലാണ്. 1 കൊല്ലം 3 മാസം ഞാൻ അവിടെ നിന്നു. എത്ര ദിവസം എടുത്തു അന്നത്തെ ഉരുവിലേക്ക് പോകാൻ? സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഉരുവിൻ്റെ ബാക്കിലൊരു ഉരു കെട്ടി വലിച്ചിരുന്നു. അതായത് ഈ പത്തേമാറിൻ്റെ ബാക്കിലൊരു പത്തേമാറി വേറെയും കെട്ടി വലിച്ചിരുന്നു. അങ്ങനെ ഈ കടൽ വന്നു, കാറ്റും കടലുമായിട്ട് പറ്റാഞ്ഞിട്ട് ഈ അറ്റിച്ചു വിട്ടു. കെട്ടി വലിച്ചതിന് കട്ട് ചെയ്ത് വിട്ടു. മനുഷ്യരല്ല വണ്ടി ഇതിലുള്ളത്, അത് പത്തേമാരി മാത്രമാണല്ലോ. അതിൽ ചരക്കുകൾ ഉണ്ടായിരുന്നു. ആ ചരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഒരുപക്ഷെ ആ കെട്ടി വലിച്ച ഉരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള മനുഷ്യന്റെ ജീവൻ പോലും അപകടത്തിലായി പോയി. അത്രത്തോളം അതുണ്ടെന്നുണ്ടെങ്കിൽ അത് അപകടത്തിലായിരുന്നു. അതാണ് അവർ അയച്ചുവിട്ട്. ശക്തിയായ കാറ്റും ബാക്കിയുള്ള കടലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതിൽ രക്ഷപ്പെടാനുള്ള മാർഗം അവർ കണ്ടെത്തിയത് അങ്ങനെയാണ്. അങ്ങനെ ഇറാനില് എത്ര 1.5 മാസം? ഇറാനിൽ 1 കൊല്ലം 3 മാസം നിന്നു. പക്ഷെ ഈ യാത്ര എത്ര ദിവസം എടുത്തു? ഈ യാത്ര ചുരുങ്ങിയത് 1.5 മാസം എടുത്തു. എന്തൊക്കെയായിരുന്നു അനുഭവം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആഹാരത്തിന്റെ ഒക്കെ അതൊന്നും പ്രശ്നമില്ല. അവർ മാസത്തേക്കും 1.5 മാസത്തേക്കും 2 മാസത്തേക്കൊക്കെ അവർ കരുതിയിട്ടാണ് വരാറ്. സാധനം എല്ലാം അവിടെ നിന്ന് കയറ്റി വരും. എത്ര യാത്രക്കാരുണ്ടായിരുന്നു? അന്ന് കുറച്ച് ആളുകളെ കയറിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ തുടക്കത്തിൽ നമ്മളിപ്പം ഇതില്ലാതെ വരുന്ന ആളുകളുണ്ടല്ലോ, വിസ ഇല്ലാതെ വരുന്ന ആളുകൾ, കുറച്ച് ആളുകൾ കയറിയില്ല. അന്ന് വിസ ഒന്നും ഇല്ല, അതിന് വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല. ഞാൻ വന്നത് പാസ്പോർട്ട് ഇല്ലാതെ. ശരിക്കും ഒരു കടലിന്റെ ഒരു സെന്ററിലേക്കല്ലേ ഈ പത്തേമാരി വന്ന് നിൽക്കത്തുള്ളൂ, അതോ കരയിലേക്ക് വരും? ഇപ്പൊ ദുബൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നും ഈ ഫുട്പാത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോർഫഖാനിലൊക്കെ അതൊരു സെന്ററിൽ വന്ന് നിൽക്കാറാണുള്ളത്. അവിടെ നിന്ന് ഒരു ചെറുതോണി പോലെ വന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ആൾക്കാർ പറഞ്ഞു അറിവുള്ളത്. ഉണ്ട്, അതുണ്ടായിരുന്നു. നിയമപരമായിട്ട് വരാന്നുണ്ടെങ്കിൽ അതിന് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ വരും. കുറച്ചൊരു ചെറിയ സൗകര്യമുള്ളൂ, അന്ന് അത്ര വലിയ സൗകര്യമൊന്നുമില്ല. നിയമപരമല്ലാത്ത പായ്ക്കപ്പലുകളൊക്കെയാണ് സെൻട്രൽ വന്ന് നിൽക്കുന്നത്, ആരും കാണാതെ അല്ലേ? ആരും കാണാതെ ഈ വരുന്ന ആളുകൾ കരയെത്തിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇറക്കിയിരുന്നത് കംപ്ലീറ്റ് ഈ ഒരുപാട് ആഴമുള്ള സ്ഥലങ്ങളിലാണ്. അതിലാണ് കുറേ ആളുകൾ നമ്മളുടെ മരിച്ചു പോയതും കുറേ ആളുകൾ രക്ഷപ്പെട്ടതൊക്കെ. നീന്താൻ അറിയുന്നവരൊക്കെ ഒരുപാട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആഴമെല്ലാം ചാടിക്കൊള്ളാൻ പറയും അല്ലേ? അല്ലെങ്കിൽ ഒരു ബോട്ടിൽ എന്തെങ്കിലും കയറ്റിയിട്ട് വരും, ഇവിടെ ശരിയാണെന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കി വിടും. കുറേ ആളുകൾ രക്ഷപ്പെടും, കുറേ ആളുകൾ മരിക്കും. ശരിക്കും നീന്താൻ അറിയുന്നവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇക്കാക്ക് നീന്താൻ അറിയായിരുന്നു? എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ ഞാൻ എൻ്റെ പേരത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നത് എന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയൊരു കെയർ ഓഫ് കൂടിയാണ് വന്നത്. എൻ്റെ അളിയൻ്റെ കെയർ ഓഫിൽ, അത് ദുബായിക്ക് 2 സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. എൻ്റെ അളിയൻ്റെ പരിചയത്തിലുള്ള ആളുകളോട് പറഞ്ഞു പിടിച്ച് ഇങ്ങനെ എൻ്റെ അളിയനാണ് ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ അയച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര VIP ഫെസിലിറ്റീസൊക്കെ അവർ തന്നു. അതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല? എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ശരിക്കും ഇറാനിൽ നിന്ന് വന്നിട്ട് അതുപോലെ തന്നെ ഒരു പത്തേമാരിയിൽ തിരിച്ച് നാട്ടിൽ പോയി.
1 വർഷവും 3 മാസവും നിന്നിട്ട് നിന്നിട്ട് വീണ്ടും തിരിച്ച് പിന്നെ ദുബായിലേക്ക് വരുന്നതും അളിയന്റെ കെയർ ഓഫിലാണ്. എത്ര ദിവസം എടുത്തു അത്? ഒരു 24 ദിവസം എടുത്തിട്ടുണ്ടാവും. 24 ദിവസത്തെ ഊരിലെ യാത്ര കഴിഞ്ഞ് ഇവിടെ ദുബായിലെ വന്ന് ബനിയാസ് റോഡിലാണ്. ഇപ്പൊ ബനിയാസ് റോഡിലെ ആ ഫുട്പാത്തിൻ്റെ അടുത്താണ് വണ്ടി ലോഞ്ച് വന്ന് നിർത്തുക. ലോഞ്ച് എന്നാ പറയാ, കൂടുതൽ ലോഞ്ചുകളുണ്ട്. ലോഞ്ച് ഉരു എന്ന് പറയും, പത്തേമാരി എന്ന് പറയും, 2-3 ഇതാണ്. അവിടെ നിർത്തി പിന്നെ ലാഞ്ചിൽ നിന്ന് ഞാൻ പിന്നെ എന്നെ അവിടെ നിന്ന് ഇറക്കി എന്നെ റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് കുറേ അവിടെയൊക്കെ ജോലി ചെയ്തു. വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തു. വീട്ടിലല്ല, അവിടെ ഷോപ്പിലാണ് ജോലി ചെയ്ത്. അങ്ങനെ ഷോപ്പിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് തോന്നി പറ്റില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടുന്ന് പുറത്ത് പോയി. പിന്നെ അവരുണ്ടായിരുന്നു. നമ്മൾ ഈ കടുവ് തോണി എന്ന് പറയുന്ന സാധനം അവരാന്നാണ് പറയാം അവർ. ഇതിൽ കുറച്ച് കാലം ഞാൻ ജോലി ചെയ്തു. അന്ന് അക്കാലത്ത് എന്ന് വെച്ചാൽ ജോലിയൊന്നും ഇല്ലാതെ ആളുകൾ നടക്കുന്ന സമയമാണ്. പ്ലേറ്റ് കഴുകി തരാം, പക്ഷേ സാധനം ജോലി ചെയ്ത് തരാം, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മതി, ശമ്പളം വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന കാലമാണെന്ന്. ഇവിടെ അങ്ങനത്തെ യാതൊന്നുമില്ല. അത് അന്ന് അതേ സമയത്ത് ഇവിടെ അറബികൾക്ക് ജോലിയില്ല. 71 നമ്മൾ ഈ പെട്രോളൊക്കെ കണ്ട ആ സമയത്ത്. അങ്ങനെ പിന്നെ കുറേ ആളുകൾക്ക് ഇവിടെ ലേബർ ഓഫീസ് ഉണ്ടായി ദുബൈയിൽ. അവിടേക്ക് കുറേ ആളുകൾ ജോലിക്കൊക്കെ എടുത്ത് അങ്ങനെ ജോലിയൊക്കെ അവർക്ക് അറബികൾക്കൊക്കെ ജോലി കിട്ടി. അതിന് മുന്നേ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്ന ആളുകൾ അറബികൾക്കൊക്കെ. കാരണം എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അത് ഓടിച്ചാൽ എന്തെങ്കിലും കിട്ടും. അന്ന് അക്കാലത്ത് 11 രൂപ, 10 രൂപ, 11 രൂപ അന്ന് കിട്ടും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കടവ് തോണി ഓടിച്ചാൽ. അന്നത്തെ 11 ദിറംസ് എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയത് തന്നെയായിരുന്നു. വില കൂടിയത്. പക്ഷേ നമ്മളെ നാട്ടിൽ അത്ര പൈസ ഇല്ല, ഇവിടെ വാല്യൂ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ശരിക്കും അവിടെ നിന്നാണ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് പോകുന്നത്? അല്ല, അങ്ങനല്ല. അവിടുന്ന് പിന്നെ ഞാൻ ലൈസൻസ് എടുത്തു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അന്ന് കുറച്ചു കാലം ടാക്സി ഓടിച്ചു. അങ്ങനെ 1978 ഞാനിവിടെ പോലീസിലേക്ക് വന്നു, ദുബായിൽ. നമ്മൾ ഒരു സ്നേഹിതനുണ്ട് മുഹമ്മദ് സാല എന്ന് പറഞ്ഞിട്ട്. 1974 ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നോക്ക്, ഞാൻ ഇനി ക്രേൻ്റെ ഹെൽപ്പറായാലും മതി. അന്ന് ലൈസൻസ് എൻ്റെ അടുത്തുണ്ട്. ആ പുള്ളി പറഞ്ഞ് ആയിക്കോട്ടെ ഞാൻ നോക്കാമെന്ന്. പുള്ളി അന്ന് അക്കാലത്ത് ഇവർക്കൊക്കെ ഇത് എടുത്ത് കൊടുത്തിരുന്നു, ജോലിക്ക് കൊണ്ടുവരുന്നതും ഒക്കെ പുള്ളിയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ റാസൽ ഖൈമ ടാക്സി ഓടിക്കുന്നു. 78 ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, എനിക്ക് ജോലി വേണം. പുള്ളി പറഞ്ഞ് നോക്കട്ടെ, ഞാൻ പോയിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനും വരാം കൂടെ. അങ്ങനെ പുള്ളിയുടെ കൂട്ടത്തിൽ ഞാനും പോയി ദുബായിലേക്ക് വന്നു. ദുബായ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാനും പോയി. അങ്ങനെ കൂട്ടിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ച് അവൻ പറയട്ടെ അതേ വാക്ക്, അന്ന് 74 പറഞ്ഞ അതേ വാക്ക് ഇയാളോട് പറയാണ്, തോടാ സബൂർ കറോന്ന്. ഹിന്ദിയിൽ തോടാ സബൂർ കറോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കിനി ക്ഷമയില്ല, ക്ഷമ കിട്ടും, അറിവല്ലായില്ല. അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരെ പോയി സംസാരിക്കാൻ പോകണം. അങ്ങനെ ജീവിതത്തിലൊരു കുട്ടിക്ക് ഒന്നും ചെയ്തു കൊടുക്കാത്ത മനുഷ്യനാണ്. ഗാരേജിൻ്റെ ഇൻചാർജ്, ഇയാൾ കൊണ്ടുപോയ ആൾ. അയാൾ ഫോൺ ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് മുട്ടി കയറി നിന്ന് കുറച്ച് നേരം നിന്ന് അയാൾ സംസാരിക്കട്ടെ. സംസാരം കഴിഞ്ഞ് ഇയാൾ ഫോൺ വെച്ചിട്ടാ എന്നെ അങ്ങനെ നോക്കിയിട്ട് വെച്ചാൽ എന്താ വേണ്ടി. ഞാൻ അറബിയിൽ അയാളടുത്ത് പറഞ്ഞു എനിക്ക് ജോലി വേണം. എന്ത് ജോലി അറിയാമെന്ന്. ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഡ്രൈവറാണ്, ഡ്രൈവറെ ജോലി വേണം. ലൈസൻസ് ഉണ്ടോയെന്ന് വെച്ചു. 2 ലൈസൻസ് എടുത്ത് കാണിച്ചു. 2 ലൈസൻസ് എന്ന് പറയാൻ കാരണം അന്ന് റാസൽ ഖൈമ ലൈസൻസ് വേറെ, ദുബായ് ലൈസൻസ് വേറെ, അജ്മാൻ ലൈസൻസ് ആയിട്ടില്ല. അന്ന് ലൈസൻസ് എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടില്ല, പാസ്പോർട്ട് ഇല്ലാതാണ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അന്ന് ഒരു സമയത്ത് ഈ പാസ്പോർട്ടിൻ്റെ കാര്യം ഇവിടെ വന്നു, ദുബായിൽ വന്നു. പറഞ്ഞു പാസ്പോർട്ട് മാത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വിസ വേണ്ട, പാസ്പോർട്ട് മാത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പാസ്പോർട്ടില്ല, ഞാൻ ഇവിടെ പാസ്സായി എടുക്കുന്നു, എനിക്ക് ലൈസൻസ് തരുന്നില്ല അവർ. അങ്ങനെ അജ്മാനിൽ ലൈസൻസിന് പോയി. ലൈസൻസിന് പോയപ്പോൾ 50 ദിറംസ് കൊടുത്താൽ 2 ഫോട്ടോയും കൊടുത്താൽ ലൈസൻസ് തരുമെന്ന് പറഞ്ഞു. ഞാൻ 50 ദിറം പൈസ ഒക്കെ കയ്യിൽ വെച്ചു. അങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ടെസ്റ്റ് എടുത്ത് പാസ്സാണെങ്കിൽ ലൈസൻസ് തന്നാൽ മതി. കാരണം ഞാൻ കുറേ വണ്ടി ഓടിച്ചതാണ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇവൻ കുറേ എന്നെ സംസാരിച്ച് കുറേ വർത്താനം പറഞ്ഞവന്. ഇത് അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞെല്ലാം ഞാൻ തന്നെ, ഒരു കുഴപ്പമില്ല.
അങ്ങനെ ഞാൻ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാ, നമ്മളെ സ്റ്റാറുകാരന് ഒരു SI ഇങ്ങനെ മീൻ വാങ്ങാൻ പോയിരിക്കുകയാണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ വരും. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ അപ്പുറം പോയി ഒരു ചായയും കേക്കും ഒക്കെ വാങ്ങി. ഒന്ന് ഈ ക്യാബിനാണല്ലോ, ഒരു ക്യാബിൻ പോലത്തെ ഒരു ചായക്കടകളൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. കുടിച്ച് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഞാൻ തിരിച്ചു വന്നു. ഞാൻ വരുന്ന സമയത്ത് ആൾ നിന്ന് ചോദിക്കുന്നുണ്ട്, സംസാരിച്ചതിൻ്റെ ശേഷം തിരികെ ചോദിക്കുന്നു ആളെവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ആളെന്ന് പറഞ്ഞു. വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു. ചാവി ഇതിയോന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്ത് അങ്ങനെ പോയിട്ട് അവിടെ ഒരു മച്ചി മാർക്കറ്റ് തൊട്ടടുത്താണ് അച്ഛൻ. അങ്ങനെ ആകെ ഇറങ്ങി അവിടെ വന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്, ലൈസൻസ് തരുന്നില്ല. വാന്ന് പറഞ്ഞു, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അജ്മാൻ്റെ ഷേഖ് അബ്ദുള്ള എന്നാണ് അന്ന് ഉണ്ടായിരുന്ന ഇൻചാർജിൻ്റെ പേര്. പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞിങ്ങനെ വണ്ടിയൊക്കെ ഉഷാറായിട്ട് ഓടിക്കുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് അടിപൊട്ടി മുടി വരെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താളെന്ന് പറഞ്ഞു. മീശല്ല, മനസ്സിലായി. മീശല്ലാത്ത കാലത്താണ് ഞാൻ ഇതിന് പോയിട്ടുള്ളത്. അപ്പൊ ഈ ലൈസൻസ് എല്ലാം കയ്യിൽ നിന്നിട്ടാണ് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന ഇൻചാർജിനെ കണ്ടിട്ട് ലൈസൻസ് എടുത്ത് കാണിക്കുന്നത്. അതെ, 2 ലൈസൻസ് കൊടുത്തു. ദുബൈൻ്റെതും റാസൽ ഗെയിമിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു 2 ലൈസൻസ് കൊടുത്ത് പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. എനിക്കറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? ഈ ഡ്രൈവിംഗ് സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അതിൽ ഞാൻ നിന്നെ ഇൻസ്ട്രക്ടറായിട്ട് അയക്കും. എനിക്ക് മനസ്സിലാവില്ല, ഞാൻ ഡ്രൈവറായിട്ടാണല്ലോ ചോദിച്ചത്. അപ്പോൾ എനിക്കത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ജോലി ഉറപ്പായി എന്നുള്ളത് മനസ്സിലായി. ഇത് അങ്ങനെ ഒരു ഇൻചാർജിൻ്റെ അടുത്തേക്ക് അയച്ചു. 3 ദിവസം അയച്ചു തന്നെ, ആളെ കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി എന്നല്ല അയച്ചു, പുള്ളിയാണ് ഫോൺ ചെയ്യുന്നത്, കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലെറ്റർ അടിച്ചിട്ട് പോയിക്കോ, നിന്നെ ആളെടുത്ത് പോയിക്കോ. അങ്ങനെ പോയി പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ ഇന്നാളെ അയച്ചതാണ്. പുള്ളിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നാളെ അയച്ച ആളാണിത് എന്നുള്ളത്. കാരണം അവർ മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കുന്നവർ. ഞാൻ അവിടെ മുകളിലെ റിസപ്ഷൻ ഉണ്ട്, അതിലിരുന്നു. 1:30 മണിയായിട്ടും എന്നെ വിളിക്കുന്നത് കാണുന്നില്ല. ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ മുമ്പിലേക്ക് വന്നു. പടച്ചോനെ ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ വന്ന് അവിടെ മറ്റവിടെ ഒരു ഇൻചാർജുണ്ട്, ഈ റിക്രൂട്ട്മെൻറ്റ് ആൾക്കാരെ തീർക്കുന്നതാണ്. ഇപ്പം തന്നെ എഴുതണം ഇയാളെ പേരും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതിൻ്റെ ഇടയിൽ ചോദിച്ച് കുടുംബം ഇവിടെ ഉണ്ടോ, ഉമ്മി ഉപ്പി ഇവിടെ ഉണ്ടോ, മറ്റുള്ള ആരെങ്കിലുമൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ അവിടെ ജോലി കിട്ടുന്നു. അങ്ങനെ ജോലി അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? 24 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. കാര്യം ഒരു ട്രാൻസ്പോർട്ട് സെക്ഷനിലായിരുന്നു ജോലി അവിടെ ട്രാൻസ്പോർട്ട് സെക്ഷൻ. അതിൻ്റെ ഇൻചാർജായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതിലേക്കിട്ട് 24 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു കമ്പനിയിലേക്ക്, ഒരു പ്രൈവറ്റ്. അവിടുത്തെ അത് കണ്ടിട്ട് വേറെ ആൾ എന്നെ വിളിച്ചു. ബിൽഹസ ഡ്രൈവിംഗ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു. വാ, നീ എത്രയാണ് നിനക്ക് അവർ തരുന്നത്, അതിൻ്റെ ഡബിൾ ഞാൻ തരാം സാലറി, നീ പോര്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് സാലറിയും ശമ്പളത്തിനും ജോലിക്കുമല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തായാലും നമുക്ക് പെൻഷനോ മറ്റോ കിട്ടാനൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് അവിടെ കുറച്ച് നമ്മൾ ഒരുപാട് വർഷം അവിടെ ജോലി, 8 വർഷം. അവർ പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നു. ഞാൻ ജോലി ചെയ്ത അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇയാൾക്ക് ആ സെക്ഷൻ ഒന്നായിട്ട് കിട്ടി ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജുമേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ദുബായിലെ ഏറ്റവും ഒരു ലീഡിംഗ് ഡ്രൈവിംഗ് സ്കൂളായിട്ട് മാറി എന്നുള്ളത്, അറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളായിട്ട് മാറി. അതുകൂടെ ഇന്നിപ്പോ ബഷീർക്ക വർക്ക് ചെയ്യുന്നത് വർക്കി ഗ്രൂപ്പിലാണ്, അതായത് ജെംസ് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് ജെംസ് വർക്കി ഗ്രൂപ്പിന്റെ ട്രാൻസ്പോർട്ട് ഇൻചാർജായിട്ട് ട്രാൻസ്പോർട്ട് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. ഇന്ന് 2000-ലധികം ബസ് സർവീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ജെംസിന്റെ സ്കൂളിന്റെ ട്രാൻസ്പോർട്ടേഷൻ മേഖല എന്ന് പറയുന്നത്. ഇന്ന് വളരെ സന്തോഷമായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ ഉപ്പായും ഉമ്മായും സ്വാധീനിച്ചിട്ടുണ്ട് ഇക്കാടെ ജീവിതത്തിൽ? ഞാനെന്ന് വെച്ചാൽ സത്യത്തിൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നെന്ന് വെച്ചാൽ 9-10 വയസ്സോട് കൂടി ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. എന്നതിൻ്റെ ശേഷം പിന്നെ എനിക്ക് അവരായിട്ട് കൂടുതൽ അടുക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല. കാരണം ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഉപ്പ മരിച്ചു. പിന്നെ കുറച്ച് കാലം ഉമ്മ ഉണ്ടായിരുന്നു.
ഉമ്മൻ ഈ പോണ പോക്കിലൊക്കെ ഉമ്മാനായിട്ട് മാത്രമേ ബന്ധമുണ്ടായിട്ടുള്ളൂ. ഉപ്പ 1971 തന്നെ മരിച്ചു. പിന്നെ ഉമ്മാനായിട്ടുള്ള ചെറിയൊരു ബന്ധം മാത്രം. ഇപ്പോൾ കുറച്ചു കാലമായി മരിച്ചിട്ട്. പിന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന ബേപ്പൂരിനാണ്. എത്ര കുട്ടികളാണ്? എനിക്ക് 3 ആള്. മൂത്താള് പെൺകുട്ടി, പേര് നതാശ. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാ? ഞാൻ ജോലി ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ബിൽഹാസ ഡ്രൈവിംഗ് സെന്ററിൽ ഇന്നും അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഹസ്ബൻഡ് വന്നിട്ട് ജെംസ് വർക്ക് ഗ്രൂപ്പിൽ തന്നെ. രണ്ടാമത്തെ ആള് പെൺകുട്ടി തന്നെ, പേര് ബിൻഷ. അവള് റാഷിദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ബിൽഹാസ ഡ്രൈവിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആള് മകനിപ്പോൾ അൽഫത്തൈം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പേര് മുഹമ്മദ് ഇഷാം എന്നാണ് പേര്. വിവാഹം കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട്. അബുദാബിയിൽ സെറ്റിലായി. അബുദാബിയിലാണ്. എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികളെ പറ്റിയാണ് സത്യത്തിൽ നമുക്ക് ചെയ്യുന്ന എന്ത് കാര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വളരെ സെക്യൂരിറ്റി. ഒരു ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞാണെങ്കിലും ഇവിടെ ആ കുഞ്ഞിന് പോലും സെക്യൂരിറ്റിയാണ് ഈ നാട്ടിൽ. ഒരു കാര്യത്തിലും നമുക്ക് രാത്രി 2-3 മണിക്ക് വരെ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നുണ്ട് റോഡിൽ കൂടെ. ഒരു കുട്ടി അവരെന്ത് പറയാനോ എന്ത് ചെയ്യാനോ ധൈര്യപ്പെടുന്നില്ല. അതാണ് ഈ രാജ്യം. സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നു, ഒരു മനുഷ്യന്റെ ജീവന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു. എല്ലാവരെയും അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് ഈ രാജ്യത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. ഇന്നിപ്പോൾ ഈ റമദാനായിട്ട് എത്ര ലക്ഷക്കണക്കിന് പുറത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് പോട്ടെ, പുറത്തെ ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്രയും ലക്ഷങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നു. അത് തന്നെ വലിയൊരു മനസ്സ് തന്നെ. അതിന്റെ അനുഗ്രഹവും ഒക്കെ തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതും. ഇപ്പൊ റമദാനാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഓർമ്മയിലെ ഒരുപാട് റമദാൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ കൂടുതൽ കാലവും റമദാൻ മാസം ഈ മരുഭൂമിയിൽ തന്നെയായിരുന്നു. കൂടുതൽ കാലം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. ഈ റമദാനും കഴിഞ്ഞ റമദാൻ മുമ്പ് എല്ലാ റമദാനിലും ഞാൻ ഈ നാട്ടിലെ കൂടുതൽ 48 വർഷത്തിൽ 3/4 ഭാഗവും കൂടുതൽ ഈ നാട്ടിൽ തന്നെ റമദാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ഉംറ എല്ലാം കഴിഞ്ഞു. ഉംറ ഹജ്ജ് ചെയ്തു. 2 പ്രാവശ്യം ഉംറ ചെയ്തു. അത് വൈഫ് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തു. 4 ഉംറ ഉള്ളി ചെയ്തു. വളരെ ഒരു ഇപ്പോഴും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് നമുക്ക് മനുഷ്യന് വേണ്ടത്. സത്യമാണ്. പക്ഷെ കഠിനാധ്വാനം ചെയ്യുക, അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ പോകുന്നു. ഇന്നും ഒരുപോലെ കഷ്ടപ്പെടുവാനും ആത്മാർത്ഥമായ ഒരു ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. കാര്യം പ്രായം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പക്ഷേ ഈ മനസ്സ് ഇപ്പോഴും നമ്മുടെ ചെറുപ്പം തന്നെ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ചെറുപ്പം മുതലേ ജോലിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കടുവ തോണിൻ്റെ മുന്നേ തന്നെ ഞാൻ ലോഞ്ചിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ പത്തേമാറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പല രാജ്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പടച്ച തമ്പുരാൻ തന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന് സ്തുതി. കാരണം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ, കാരണം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഉരുവിലേക്ക് ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയിൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം നമ്മുടെ കൺമുമ്പിലാണ് പലരും വിജയിച്ചവരുടെ കഥ പറയുമ്പോൾ പരാജയപ്പെട്ടവർ അവരെക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഉരുവിൽ നിന്ന് എടുത്തെറിയപ്പെടുന്ന അല്ലെങ്കിൽ ചാടി നീന്താൻ അറിയാത്ത ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ലോഞ്ച് കയറാൻ നേരത്ത്, പത്തേമാറി കയറാൻ നേരത്ത് കുറെ വീണ് മരിച്ചത് ഒരുപാടുണ്ട്. നമ്മളെ സ്നേഹിതനുണ്ടായിരുന്നു, ഇപ്പൊ മരിച്ചു പുള്ളി. ഈ പാസ്പോർട്ട് ബഷീർക്കാക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അത് 1974 ഇവിടെ ഇന്ദിരാഗാന്ധി വന്നിരുന്നു. ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി അന്ന് ഓർഡർ ചെയ്തതാണ് എൻക്വയറിക്ക് അയച്ചിട്ട് എല്ലാവർക്കും പാസ്പോർട്ട് കൊടുത്തോളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പാസ്പോർട്ട് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും പാസ്പോർട്ട് കിട്ടിയത്. എൻ്റെതൊക്കെ എൻക്വയറി ശരിക്കും കഴിഞ്ഞ് 5 കൊല്ലത്തെ അന്ന് 5 കൊല്ലം പാസ്പോർട്ട്, 10 കൊല്ലമില്ല, 5 കൊല്ലത്തെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എൻക്വയറി ശരിക്കും കഴിയാത്തവർക്ക് ഓരോരോ കൊല്ലത്തെ പാസ്പോർട്ട് കൊടുത്തു.
എന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ലൈസൻസ് 74 കാണാം എൻ്റെ ഇതിൽ. അന്നത്തെ ആ ലൈസൻസ് ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. 74 ലൈസൻസ്, 1974 ലൈസൻസ് ഇന്നും ഇവിടെ ഇക്കടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. ഹിസൈനസ് ഷേഖ് സായിദ് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഈ രാജ്യത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ ദുബായിയുടെ അന്നത്തെ റൂളർ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ അൽ മക്തൂമിൻ്റെ ഉപ്പ ഷേഖ് റാഷിദ്, അവരുടെയൊക്കെ ഒരു ദീർഘവീക്ഷണവും ഇന്ത്യക്കാരോടുള്ള അവരുടെയൊക്കെ ആ ഒരു സ്നേഹവും പ്രത്യേകിച്ച് മലയാളികളോടുള്ള വളരെ അടുത്തറിയാവുന്നുള്ളൊരു കാര്യങ്ങളാണ് ഇതൊക്കെ. നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ സംസാരിച്ചിട്ടില്ല പുള്ളിയായിട്ട്. പക്ഷെ ഇന്ത്യക്കാരോട് വലിയ സ്നേഹം, വലിയ സ്നേഹമാണ്. വലിയ സ്നേഹം എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഒരു രാജാവ് അതേ തന്നെ ഇവിടുത്തെ അടുത്ത് ഷേഖ് വന്നിട്ട് പറഞ്ഞ് 48 ഹവേഴ്സിനകം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. പുള്ളി ലണ്ടനിൽ പോയിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പുള്ളി വന്നു. ഹിസൈനസ് ഷേഖ് റാഷിദ് വന്നു. ആരോട് ചോദിച്ചിട്ടാണ് ഈ നോട്ടീസ് ഇറക്കിയതെന്ന് വെച്ചു. അതിങ്ങനെ പറ്റില്ല, 24 ഹവേഴ്സിന് 24 മണിക്കൂറിനകം ഇത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വാണിംഗ് കൊടുത്തു ചെയ്ത ആൾക്ക്. അല്ലാണ്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വന്നിരുന്നു. ആ ഒരു അവരുടെയൊക്കെ വലിയ മനസ്സ് തന്നെയാണ് നമ്മളെയൊക്കെ ഇവിടെ പിടിച്ച് നിർത്തിയതും നമുക്ക് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നേടുവാൻ കഴിഞ്ഞത്. ഈ രാജ്യം അന്ന് ആദ്യമായിട്ട് 1968-69 കാലഘട്ടത്തിൽ വരുമ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യം. ഒന്നുമില്ല. ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഈ ഈത്തപ്പഴം ഈ മീൻ ചുട്ടതും ആക്കി കഴിച്ചിരുന്ന രാജ്യമായിരുന്നത് പണ്ട്. അങ്ങനെയാണ്. പിന്നെ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ വെള്ളം വരണം ഇവിടെ. അന്ന് മക്തൂം ബ്രിഡ്ജ് ഇല്ല. അക്കാലത്ത് മക്തൂം ബ്രിഡ്ജ് ഒന്നുമില്ല ഇവിടെ. അതായത് ഞാൻ വരുന്ന കാലത്ത് അത് വണ്ടി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കടലിലേക്ക് വലിഞ്ഞു പോയതിൻ്റെ സമയത്ത് ഇതാവല്ലോ, നിരപ്പാകുന്ന സമയത്ത് അങ്ങനെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന ചെറിയ വണ്ടികളാണെങ്കിൽ 25 പൈസ, വലിയ വണ്ടിയാണെങ്കിൽ 50 പൈസ ഇങ്ങനെ കളക്ട് ചെയ്ത് ഈ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഒരു പാലെടുത്തത്. ഒരു ബ്രിഡ്ജ് വന്നു. ബ്രിഡ്ജ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് വന്നതിന് ശേഷം പിന്നെ പൈസ വാങ്ങലൊക്കെ നിർത്തി. പിന്നെ സാലിക്കും പൈസയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പാസ് ചെയ്യുക. അന്ന് ഷേഖ് റാഷിദ് ഈ കോലത്തിൽ ഉണ്ടാക്കി വെച്ചു അക്കാലത്ത്. ഇന്നിപ്പോ ഒരു വണ്ടി പാസ് ചെയ്യണ 4 ദിർഹംസാണ് ആദ്യം. അന്ന് വളരെ പിന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടണമെന്ന് പറഞ്ഞു വരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു. ട്രേഡ് സെന്റർ നമ്മുടെ ഈ സൺലൈറ്റ് ബിൽഡിംഗ് എന്നാണ് അതിന്റെ പേര്. ആ ട്രേഡ് സെന്റർ ആണ് ആദ്യമായിട്ട് ഇവിടെ പുതുതായിട്ട് വലിയ ബിൽഡിംഗ് ആയി വന്നൊരു ബിൽഡിംഗ്. അത് അന്നത്തെ കാലഘട്ടങ്ങളിൽ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ തന്നെ എത്രയോ ദൂരത്തുനിന്ന് ഈ ബിൽഡിങ്ങിനെ കാണാൻ പറ്റുമെന്ന് ആൾക്കാർ പറയാം. അതെ, അന്ന് ഒരു സംഗതി ഇല്ലല്ലോ, ഫ്രീ ആയി കിടക്കില്ല, മൊത്തം മൈതാനം പോലെ കിടക്കില്ല. പിന്നെ വേറെ ഒന്നും കാണാനില്ല, ഇതല്ലേ കാണാനുള്ളൂ. ഇന്ന് ആ ഷേഖ് സായിദ് റോഡിലെ വേൾഡ് ട്രേഡ് സെന്റർ നിൽക്കുന്ന ഭാഗത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയും വന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പാഠം. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു പ്രഥമ സ്ഥാനം നേടിക്കൊടുക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചു. അതിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റൂളർ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും ഒരു പാഷനേറ്റുമായിരുന്നു ഈ രാജ്യത്തെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഈ ഭരണാധികാരികളിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവര് ചെയ്തത് എന്ന് വെച്ചാൽ ഈ സംഗതികളൊക്കെ അതൊക്കെ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് ചെയ്തതാണ്. ഒരുപാട് കാര്യങ്ങൾ മൂപ്പര ഫാദർ, അതായത് ഷേഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ചെയ്തു വെച്ചിട്ടാണ് പോയത്. അതായത് പല കാര്യങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ട് പോയി അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതും ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡെവലപ്മെന്റ്സ് നമ്മൾ നേരത്തെ ചെയ്തു എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ചെയ്തിട്ടുള്ളത്. ഈ ബുർജ് ഖലീഫ, ഈ മെട്രോ, ഇങ്ങനെ കണ്ട സംഗതികളൊക്കെ. ആദ്യമായിട്ട് ഉരുവിലേക്ക് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇക്കാടയിൽ ഉണ്ടായിരുന്ന സ്വപ്നം എന്തായിരുന്നു?
ഇത് സ്വപ്നമല്ല, എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. ഒരു ജോലി ഉണ്ടാവണം, ജോലി ഉണ്ടാവണം, എനിക്ക് കുടുംബത്തെ സഹായിക്കണം, അങ്ങനെ സഹോദരങ്ങളെ നല്ല നിലയിൽ എത്തണം. ഓ തീർച്ചയായിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബം, അത് തന്നെയായിരുന്നു സ്വപ്നം. തീർച്ചയായും. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് കൊണ്ട് തന്നു എന്ന് പൂർണ്ണമായും അൽഹംദുലില്ലാ. ഒരിക്കലും മറക്കാൻ നമുക്ക് പറ്റില്ല. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നന്മകൾ പടച്ച തമ്പുരാൻ ഇക്കാക്കും കുടുംബത്തിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.